Hi my dear and dearest ones, നിങ്ങളെല്ലാ ചുമസാണ്. വെൽക്കം ടു ഏകൻ ലേണിംഗ്. കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് സൊല്യൂഷൻസ് അഥവാ ലായനികൾ അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ ആൻഡ് കൊളോയിഡ്സ്. പല മക്കളും പറയാറുണ്ട് ഈ ടോപ്പിക്സ് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്, അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് തന്ന് കാറ്റഗറൈസ് ചെയ്ത് എഴുതാൻ പറഞ്ഞാൽ ഭയങ്കര ഡൗട്ടാണ്, ടഫാണെന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ ഒരു കോണ്ടന്റ് വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റിൽ ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ പരിചയപ്പെടുത്തി തരും. ആ ഒറ്റ ടേബിൾ പഠിച്ചാൽ മതി ഈ പറഞ്ഞ 3 ടോപ്പിക്സും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എന്ത് ചോദിച്ചാലും അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇംഗ്ലീഷ് മീഡിയത്തിലെയും മലയാളം മീഡിയത്തിലെയും 2 മക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ടേബിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ് വീഡിയോസും അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു കോണ്ടന്റ് വീഡിയോ കണ്ടിട്ട് അത് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ട്രൂ സൊല്യൂഷൻ ആദ്യം എന്താണെന്ന് നോക്കാം, അല്ലെ യഥാർത്ഥ ലായനി എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് സോൾട്ട് സൊല്യൂഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഉപ്പ് വെള്ളം ഉണ്ടാക്കുക? കുറച്ച് വെള്ളം എടുക്കുന്നു, കുറച്ച് ഉപ്പ് എടുക്കുന്നു, നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അല്ലേ. ആ ഉപ്പ് ആ വെള്ളത്തിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ചെയ്യുന്നുണ്ട്. നമുക്ക് സോൾട്ട് സൊല്യൂഷൻ അഥവാ ഉപ്പ് വെള്ളം കിട്ടി. ഇനി നമുക്ക് ഈ പറഞ്ഞ ഉപ്പ് വെള്ളം നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താലോ, നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കിക്കേ, അതിൻ്റെ അകത്തുള്ള ഉപ്പിൻ്റെ കണികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? സോൾട്ട് പാർട്ടിക്കിൾസ് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ദ സോൾട്ട് പാർട്ടിക്കിൾസ് ആർ വെരി ടൈനി അല്ലേ, വളരെ 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 ചെറിയ സൈസ് ആയതുകൊണ്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ട്രൂ സൊല്യൂഷൻസിലെ കണികകളെ നമുക്ക് കാണാനേ സാധിക്കില്ല. ഇനി വേറൊരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ മുകളിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, താഴെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, രണ്ടിനും വ്യത്യസ്ത ഉപ്പ് രുചിയായിരിക്കും ഉണ്ടാവുക. അല്ല, എല്ലാ ഭാഗത്തും എന്താണ്, ഒരേ തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. സവിശേഷതകൾ ഒരുപോലെയാണ് അല്ലെ എല്ലാ ഭാഗത്തും. അതുകൊണ്ട് നമുക്ക് പറയാം ട്രൂ സൊല്യൂഷൻസിൽ എല്ലാ ഭാഗത്തും നമുക്ക് എന്താണ്, യൂണിഫോം കമ്പോസിഷൻ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അത് ഏത് കാറ്റഗറി ഓഫ് മിക്സ്ചേഴ്സിലാണ് വരുന്നത്? ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ? ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് അല്ലെ. ഏകാത്മക മിശ്രിതമാണ് ട്രൂ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ കുറച്ചു നേരം അനക്കാതെ വെച്ചു, അതിനകത്തുള്ള കണികകളെല്ലാം താഴെ അടിഞ്ഞുകൂടൂടാ. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഉപ്പുവെള്ളത്തിൽ നിന്ന് നമുക്ക് അടിഞ്ഞുകൂടിയതായിട്ട് കാണാനേ സാധിക്കില്ല. ഇനി അങ്ങനെയല്ല, ഒരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? അതും സാധിക്കില്ല അല്ലേ. ഞാൻ ഫിൽട്ടർ പേപ്പർ എടുത്താലും അതിലൂടെ ഞാൻ എത്ര വട്ടം ഞാൻ ഈ പറഞ്ഞ ഉപ്പുവെള്ളം ഒഴിച്ചാലും ഫിൽട്ടർ പേപ്പറിലൂടെ എന്താണ് ചെയ്യുന്നത്, ഈ ഉപ്പുവെള്ളം താഴത്തേക്ക് പോകും. കാരണം എന്താണ്, അതിൻ്റെ അകത്തുള്ള കണികകൾ അത്രയും ചെറുതായതുകൊണ്ടാണ്. മാത്രമല്ല, ഞാൻ ഈ കാണുന്ന ഉപ്പുവെള്ളത്തിലേക്ക് ഞാനൊരു ടോർച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ ലൈറ്റ് അടിക്കുകയാണേ. ലൈറ്റ് അടിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് പ്രകാശത്തിന്റെ പാത, അതായത് ദ പാത്ത് ഓഫ് ലൈറ്റും നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് കാണണമെങ്കിൽ ആ ലൈറ്റിനെ തട്ടിത്തെറിപ്പിക്കാൻ അവിടെ എന്തുണ്ടായിരിക്കണം, കണികകൾ ഉണ്ടായിരിക്കണം അല്ലേ. കണികളുടെ സൈസ് വലുതാണെങ്കിൽ മാത്രമേ ഈ പാത്ത് ഓഫ് ലൈറ്റിനെ തട്ടിത്തെറിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഈ കണികളുടെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് അതും അവിടെ എന്തല്ല, സാധിക്കുന്നില്ല. അപ്പോൾ ട്രൂ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞ ഉപ്പുവെള്ളവും പഞ്ചസാര വെള്ളവും ഒക്കെ. ഇനി അടുത്തത് കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ പാല്. നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും പാലല്ലേ. ഇനി പാലിന് കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. പാലിനകത്ത് കണികകൾ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. പാലിനകത്തും നമുക്ക് കണികളെ കാണാൻ സാധിക്കില്ല. അതിനകത്തുള്ള പാർട്ടിക്കിൾ സൈസും ചെറുതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ട്രൂ സൊല്യൂഷനെക്കാട്ടും ഇച്ചിരി വലിയ പാർട്ടിക്കിൾസ് ആയിരിക്കും എവിടെ ഉണ്ടാവുന്നത്, കൊളോയിഡ്സിനകത്ത് ഉണ്ടാവുന്നത്. പക്ഷെ അത് നമുക്ക് നഗ്നനേത്രം കൊണ്ട് അതും കാണാൻ സാധിക്കില്ല അല്ലേ. ഇനി അടുത്ത ചോദ്യമാണ്, നമ്മുടെ പാൽ എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് മിക്സ്ചർ ആണോ ഹോമോജീനിയസ് മിക്സ്ചർ ആണോ? ഏത് കാറ്റഗറിയിൽ വരുന്നതായിരിക്കാം? പല ആളുകൾ പറയും എല്ലാ ഭാഗത്തും പ്രോപ്പർട്ടീസ് ഒരുപോലെയാണ് നമുക്ക് തോന്നുക. അങ്ങനെയാണെങ്കിൽ അത് ഹോമോ അല്ലേ വരുന്നത്? അല്ല, അത് ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. കാരണം പാലിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്, ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റും ഇല്ലേ. ഈ വാട്ടറും ഫാറ്റും തമ്മിൽ കൂടിക്കളരോ? ഒരിക്കലും കൂടിക്കളരില്ല അല്ലേ. ദേ ആർ ഇൻവിസിബിൾ. അതുകൊണ്ട് നമുക്ക് പറയാം ഈ പറഞ്ഞ കൊളോയിഡിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പാല്, മിൽക്ക് എന്താണ്, ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. എന്താണ്, ഭിന്നാത്മക മിശ്രിതമാണ്. അപ്പൊ കൊളോയിഡ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഹെട്രോജീനിയസ് മിക്സ്ചറിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ്, ഞാൻ കുറച്ചു നേരം പാൽ അനക്കാതെ വെച്ചു, അതിൻ്റെ അകത്തുള്ള കണികൾ താഴെ അടിഞ്ഞുകൂടുമോ? ഒബ്വിയസ്ലി അടിഞ്ഞുകൂടത്തില്ല അല്ലേ. മാത്രമല്ല, ഒരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പാലിനകത്തുള്ള കണികളെ എനിക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനും സാധിക്കത്തില്ല.
എന്നാൽ ഞാൻ ഈ പാലിലൂടെ ഞാൻ ഒരു ടോർച്ച് ഉപയോഗിച്ച് ഞാൻ ലൈറ്റ് കടത്തി വിടുകയാണേ, അവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? പാത്ത് ഓഫ് ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ സംശയം വേണ്ട. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ട്രൂ സൊല്യൂഷനിലെ കണികകളുടെ സൈസ് വളരെ ചെറുതായതുകൊണ്ടാണ് പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കാഞ്ഞത്. എന്നാൽ കൊളോയിഡ്സിലേക്ക് വരുമ്പോൾ ഈ പാർട്ടിക്കൽ സൈസ് ഇച്ചിരി കൂടി വലുതായതുകൊണ്ട് ഈ ലൈറ്റ് റേ പാസ് ചെയ്യുന്ന സമയത്ത് അത് തട്ടിത്തെറിപ്പിക്കുകയും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് അവിടെ കാണാനും സാധിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൊളോയിഡ്സിനകത്ത് നമുക്ക് പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആയിട്ട് കാണുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിളിലേക്ക് പോവാണ്, സസ്പെൻഷനിലേക്കാണ് പോകുന്നത്. സസ്പെൻഷന്റെ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഏതാ എടുക്കേണ്ടത്? ഒരു കാര്യം ചെയ്യാം, കുറച്ച് ചോക്ക് പൗഡർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തു. നിങ്ങൾ തന്നെ പറഞ്ഞേ, ആ ചോക്ക് പൗഡർ വെള്ളത്തിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്യോ? ഒരിക്കലും ഡിസോൾവ് ചെയ്യില്ല അല്ലേ. ആ പല ഭാഗത്തും പല പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. കുറച്ച് മുകളിലുണ്ടാവും, കുറച്ച് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണം എന്ത് ചെയ്യും, താഴെ അടിഞ്ഞു കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പറയാം ചോക്ക് പൗഡർ പ്ലസ് വാട്ടർ എന്ന് പറയുന്നത് സസ്പെൻഷന്റെ ഉദാഹരണമാണ്. അതും എന്താണ്, ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്, ഭിന്നാത്മക മിശ്രിതമാണ്. കുറച്ചു നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കണികകൾ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ അടിഞ്ഞു കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. മാത്രമല്ല പാർട്ടിക്കിൾസ് വിസിബിൾ അല്ലേ, അതുകൊണ്ടല്ലേ അവിടെ ഇവിടെയൊക്കെ നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാൻ സാധിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? പാർട്ടിക്കിൾ സൈസ് വലുതായതുകൊണ്ടാണ്. മാത്രമല്ല ഒരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്തുള്ള ചോക്ക് പൗഡറിനെയും വാട്ടറിനെയും എനിക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് അറിയേണ്ടത് ലൈറ്റ് അടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്നല്ലേ. ഞാനൊരു ലൈറ്റിനെ ടോർച്ച് ഉപയോഗിച്ച് ഞാൻ അടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സസ്പെൻഷൻ്റെ അകത്ത് പാർട്ടിക്കിൾസ് എല്ലായിടത്തും സസ്പെൻഡഡ് ആണെങ്കിൽ എനിക്ക് എന്ത് കാണാൻ സാധിക്കും? പാത്ത് ഓഫ് ലൈറ്റ് എനിക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് എവിടെ പഠിക്കാനുള്ളൂ? ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ ആൻഡ് കൊളോയിഡ്സിൽ പഠിക്കാനുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇനി നിങ്ങളടുത്ത് പറഞ്ഞു തന്നിരിക്കുന്ന ടേബിൾ ഇതാണ്. ഈ ഒറ്റ ടേബിൾ മാത്രം പഠിച്ചാൽ മതി. ഈ ക്ലാസ്സിലും നിങ്ങളുടെ ഹയർ ക്ലാസ്സസിലും ഒക്കെ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മുടെ മിക്സ്ചറിന്റെ നേച്ചർ പറഞ്ഞിട്ടുണ്ട്. ട്രൂ സൊല്യൂഷൻസ് ആണെങ്കിൽ ഹോമോജീനിയസ്, കൊളോയിഡും സസ്പെൻഷനും ഹെട്രോജീനിയസ് ആണ്. പാർട്ടിക്കൽ സൈസ് പറയുകയാണെങ്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ട്രൂ സൊല്യൂഷന്റെ പാർട്ടിക്കൽ സൈസ് എന്ന് പറയുന്നത് 0.01 to 1 നാനോമീറ്റർ ആണ്. അതുകൊണ്ടാണ് നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്തത്. ആൻഡ് കൊളോയിഡിലെ സൈസ് എത്രയാണ് വരുന്നത്? 1 to 1000 നാനോമീറ്റർ ആണ്. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. നേരെ മറിച്ച് എന്താണ്, സസ്പെൻഷനിലെ പാർട്ടിക്കൽ സൈസ് 1000 നാനോമീറ്ററിനെക്കാട്ടും കൂടുതലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കും അല്ലേ. ഇനി കുറച്ച് നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ട്രൂ സൊല്യൂഷനിലെയും അതുപോലെ തന്നെ കൊളോയിഡിലെയും പാർട്ടിക്കൽസ് എന്ത് ചെയ്യില്ല, താഴെ അടിഞ്ഞുകൂടില്ല. നേരെ മറിച്ച് സസ്പെൻഷൻ്റെ അകത്തുള്ള പാർട്ടിക്കൽസ് താഴെ അടിഞ്ഞുകൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത് എന്താണ്, ഫിൽട്രേഷൻ. ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് എനിക്ക് ട്രൂ സൊല്യൂഷനുള്ള കമ്പോണൻസിനെയും അതുപോലെ തന്നെ കൊളോയിഡിൻ്റെ അകത്തുള്ള കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. പക്ഷേ സസ്പെൻഷൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. മഡി വാട്ടർ, മണ്ണ് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്താൽ അതും എന്തിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്, സസ്പെൻഷൻ്റെ എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരികയാണ്, ദ പാത്ത് ഓഫ് ലൈറ്റ് വിൽ നോട്ട് സ്കാറ്റർ ലൈറ്റ്. അതുപോലെ തന്നെ എന്താണ്, കൊളോയിഡ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ സ്കാറ്റർ ലൈറ്റ് നടക്കുന്നുണ്ട്. എന്താണ്, വിൽ സ്കാറ്റർ ലൈറ്റ് അല്ലെ. പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് വിസിബിൾ ആണ്. ഇനി സസ്പെൻഷൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ പറ്റും. എന്നാൽ പാർട്ടിക്കിൾസ് എല്ലാം താഴെ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ചില കേസസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില വാട്ടർ നമ്മുടെ മരുന്ന് കുപ്പിയിലൊക്കെ എഴുതാറുണ്ട് ബാക്കിൽ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്, അത് സസ്പെൻഷനാണ്. അത് ഷേക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് മിക്സ് ചെയ്യാനും ആ ഒരു മരുന്ന് നമുക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യത്തുള്ളൂ. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ എൻ്റെ മലയാളം മീഡിയത്തിലെ മക്കൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സെയിം സ്ലൈഡ് മലയാളത്തിൽ തന്നിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ നോട്ടിലേക്ക് ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ഏത് കാറ്റഗറിയിലാണെന്ന് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതൊക്കെയാണ്, മഡി വാട്ടർ ചളിവെള്ളം തന്നിട്ടുണ്ട്, ഫോഗ് മഞ്ഞ് തന്നിട്ടുണ്ട്, ഫ്രഷ് എയർ ശുദ്ധവായു, ശ്രദ്ധിക്കണേ ഫ്രഷ് എയർ ആണ് തന്നിരിക്കുന്നത്. ഇതെല്ലാം ഏത് കാറ്റഗറി ആണെന്ന് താഴെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ ചെക്ക് ചെയ്യുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക, അവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ. മാത്രമല്ല ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇനിയുള്ള കോണ്ടന്റ് വീഡിയോസിൽ കാണാം. Until then, bye bye from Sri Lakshmi.